പല കുടുംബങ്ങളും പല ദേശങ്ങളും പല വ്യക്തികളും വലിയ തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം. അതൊരു രഹസ്യമുണ്ട്, ആത്മീയ രഹസ്യം, പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കിനി കിട്ടിയ ചില ദൈവാനുഭവമാണ്. എൻ്റെ ഏറ്റവും വലിയ ഗുരു എൻ്റെ അനുഭവമാണ് പ്രശ്നം. കാരണം ശരിക്കും ഞാൻ അറിഞ്ഞുകൊണ്ട് മാത്രം സഭയുടെ പ്രബോധനങ്ങളിലേക്ക് പോകുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാറുണ്ട്. തിന്മയുടെ അന്ധകാര രൂപികളുടെ പ്രവർത്തനം. 1 യോഹന്നാൻ 5:18-19 വചനം വഴിയും ലോകം മുഴുവൻ തിന്മയുടെ ശക്തി വലയത്തിലും. The entire world is under the control or dominion of evil spirits. ഒരിക്കലൊരു വലിയ അനുഭവം എനിക്കുള്ളത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ബോംബെയിലൊരു ശുശ്രൂഷയ്ക്ക് പോയി. ബോംബെ ചെന്നൊരു ഹാളിൽ ഇങ്ങനെ ഞങ്ങൾ ധ്യാനം നടത്തുക. ഒരു 10-12 വർഷം മുമ്പാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ അന്ന് സുഹൃത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ശുശ്രൂഷ ഇങ്ങനെ 2-3 മിനിറ്റ് ഭയങ്കര ഡിസോർഡറാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളോട് ബഹളം വെക്കുന്നു, എല്ലാം ഭയങ്കര. അപ്പോൾ കുറേ നേരം അപ്പോൾ ഈ പരിശുദ്ധമ്മയോട് ഒരു ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രസിഡന്റ്. അന്നൊരു ശക്തമായ പ്രാർത്ഥന. അപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് 2-3 കുറച്ച് ഞങ്ങളൊരു പാട്ടൊക്കെ പാടി പ്രാർത്ഥന ദൈവത്തെ സ്തുതിച്ചിട്ട് ഒരു ഡെലിവറീസ് പ്രയർ കൊടുത്തു. ഒരു ബൈൻഡിങ് പ്രയർ, ബന്ധിച്ചുള്ള പ്രാർത്ഥന. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ശാന്തം. ഒരു പിൻഡ് ഓഫ് സൈലൻസ്, വളരെ ശാന്തമായിട്ടിരുന്ന വചനം കേൾക്കാൻ തുടങ്ങി. പ്രൈസ്. അവർ അവരൊന്ന് പറയാറുണ്ട്, ആ ഇടവകയിൽ നടന്ന മിറക്കിളുകൾ അണിമാച്ചിൽ ഒരു ഇടവക മുഴുവൻ ദൈവം വളർത്തി ഉയർത്തി അനുഗ്രഹിച്ചു. ശരിക്കും അവർ ഒറ്റ ശുശ്രൂഷ അവിടെ ജീവൻ ചെയ്തപ്പം അതിൻ്റെ പരിണതഫലമായി കർത്താവ് എന്നെ ബോംബെയുടെ എല്ലാ മുക്കിലും മൂലയിലും കൊണ്ടുപോയി കർത്താവിൻ്റെ വചനം എന്നെയും കൊണ്ട് പ്രസംഗിപ്പിച്ചു. പ്രൈസ്. വലിയ ഇടപെടൽ കൈയടിച്ച് കർത്താവ് പറഞ്ഞ് ഹല്ലേലൂയാ. അവിടെ ഒരിക്കലും അവിടുത്തെ കത്തീഡ്രൽ പള്ളി വെച്ചൊരു ധ്യാനം നടത്തിയപ്പോൾ രസകരമായ അനുഭവം. ഈ ബന്ധിച്ചുള്ള പ്രാർത്ഥന ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് വൈകിട്ടാണ്, ഇടവക ധ്യാനം. വൈകിട്ട് ഞാനിങ്ങനെ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുക. 9 മണിയാകുമ്പോൾ ധ്യാനം കഴിഞ്ഞപ്പോൾ ആളുകൾ കുറച്ച് പേര്. അപ്പോൾ അതിലൊരു സഹോദരി വന്നിട്ട് എന്നെ പറഞ്ഞു, അച്ഛാ എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ വികാരിച്ച് പറഞ്ഞിട്ട് എന്നെ പറയുന്നത്, അച്ഛാ ഈ സഹോദരിയുടെ ഹസ്ബൻഡ് മദ്യപാനത്തിന് അഡിക്റ്റാണ്. മദ്യപിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ ഭയങ്കര ബഹളമാണ്, തുണിയെല്ലാം പറിച്ച് കളയും, ആൾ നിലത്ത് കൂടെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കും, വേണ്ടാത്തല്ലെടുത്ത് കഴിക്കും, തെറി വിളിക്കും, ഒരു ബോധവും ഇല്ല, പിന്നെ 2-3-4 ദിവസവും അതിനകത്ത് കെട്ടുകിടക്കും. കുടുംബം തകർന്നു, മക്കൾ തകർന്നു, എല്ലാം സമാധാനം പോയി, വീട് മുഴുവൻ തകർന്നു. പള്ളി പോകുന്ന പള്ളി അച്ഛന്മാരെ സഭയും ബൈബിളിനൊക്കെ ഭയങ്കര തെറിവിളിയാണ്, ഒരു രക്ഷയില്ല. കൺട്രോൾ പോലും ചെയ്യുമ്പോൾ ചീത്തകൾ തന്നെ വിളിക്കും, നോ കൺട്രോൾ. അപ്പോൾ ഈ സഹോദരി വന്നിട്ട് എന്നോട് ഈ കാര്യം പറയാം. അപ്പോൾ വികാരിച്ചതിനടുത്തിരിപ്പുണ്ട്, അച്ഛനറിയാവുന്നൊരു ഫാമിലിയും കൂടെയാണ്. പക്ഷെ അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ വീട്. പ്രൈസ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പ്രൈസ്. ഉടനെ സഹോദരി പറയും, എൻ്റെ അച്ഛോ ആ ആൾ ധ്യാനത്തിനൊന്നും വരികയില്ല, പുള്ളിക്കൊക്കെ താല്പര്യമൊന്നുമില്ല, പുള്ളിക്കൊക്കെ ഒരു ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്, അച്ഛൻ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പ്രൈസ്. അപ്പം ഞാൻ ഈശോനോട് പറഞ്ഞു, നീ സഹോദരിയുടെ തലയ്ക്ക് വെച്ചിട്ട് ആ മനുഷ്യൻ്റെ പേര് വെച്ച് ബന്ധിക്കാൻ പറയും. അപ്പം ഞാൻ ഈ സഹോദരി തലയ്ക്ക് വെച്ച് കർത്താവ് യേശു നാമത്തിൽ ആ മനുഷ്യൻ്റെ പേര് യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ആളുടെ പേര് ഫ്രാൻസിസ് എന്നൊരു പേരായിരുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ചു. പക്ഷേ കർത്താവ് യേശുവോട് നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, ഇത് കഴിഞ്ഞു. അപ്പം നന്ദി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു ആളിനെ ഞാൻ പറഞ്ഞു വിട്ടു. സംഭവിച്ച് ഞാൻ പോയി വിശ്രമിക്കാൻ പോയി പള്ളിമുറിയിൽ. രാവിലെ ഒരു 6:30-7 മണിയായപ്പോൾ എൻ്റെ മുറിക്കിട്ട് ആരുണ്ടോന്ന് ഇടിക്കുന്നുണ്ട്. പ്രൈസ്. ശ്രമപ്പെടുത്തിപ്പെടുത്തേ ഹല്ലേലൂയ. ഭയങ്കര ഇടി കേട്ടുകൊണ്ട് ഞാൻ ആരെ നിൽക്കിട്ടൊന്നും ഇടിക്കുന്നു. പ്രൈസ്. ഞാൻ തുറന്നു നോക്കുമ്പോണ്ട് ഞാനും നിൽക്കത്തില്ല, ഒരു മനുഷ്യനും ഇളകി മറിഞ്ഞും വരിക. പ്രൈസ്. ഇളകി മറിഞ്ഞുകൊണ്ട് എൻ്റെ മുറിക്കകത്തോട്ട് അകത്തോട്ട് കയറിയിട്ട് അങ്ങോട്ട് നിലത്ത് വീണ് അങ്ങ് ഉരുളുകയാണ്. അപ്പോഴേക്കും ഞാൻ വികാരിച്ചൊക്കെ വിളിച്ചു. പ്രൈസ്. അപ്പോൾ വന്നപ്പം അച്ഛൻ പറയാ, അച്ഛൻ ഇന്നലെ ഒരാൾ തലയ്ക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചില്ലേ, ആ ആളായി വന്നിരിക്കുന്നു. പ്രൈസ്. ഇത് കഥയൊന്നുമല്ല, ഇത് സ്റ്റോറിയൊന്നുമല്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിയെത്തി. പ്രൈസ്. കരഞ്ഞോണ്ട്, അച്ഛ ഇന്നലെ ഞാൻ ഇയാളെ കണ്ടില്ല. പ്രൈസ്. സ്തുതിക്കുന്നു. എവിടെ പോയി ഞാൻ ഓർത്തുണ്ട്, പാരാണ്ട് പറഞ്ഞ് പള്ളിയിലോട്ട് പോയിട്ടുണ്ടോ. സംഭവിച്ചത് ഡെലിവറൻസ് പ്രയർ നടന്നു. എൻ്റെ അതെല്ലാം പ്രയർ കഴിഞ്ഞൊരു 15-അരമണിക്കൂറത്തെ പ്രയറുണ്ട്. അപ്പോഴത്തേക്ക് അവിടുന്ന് കസേരയിലോട്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ശരിക്കും സ്പിരിറ്റ് വന്നാണ്ടല്ലോ, തകർക്കുന്ന സ്പിരിറ്റാണ്.
ഇത് സൊസൈറ്റി മുഴുവൻ കാണുന്ന ഈവിൾ. സോറി, ഐ എം വെരി സോറി ടു ടെൽ യു. ഒത്തിരി ആളുകളിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനും ശരീരമൊക്കെ ആണെങ്കിലും അവനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്പിരിറ്റായിരിക്കും. ഒന്നെങ്കിൽ ഒരു പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പൈശാചിക ശക്തി. പ്രയറെല്ലാം കഴിഞ്ഞ് ആളുടെ ഡെലിവറൻസ് കിട്ടി, വിടുതൽ കിട്ടി, അവരെല്ലാം തുറന്നു. ഉടനെ ഈ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് അച്ഛനാരാ എന്നോട് ചോദിക്കാം പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഡോമിനിക് അച്ഛനാ പ്രൈസ് ലോർഡ്. ഓ, ഭാര്യയോട് ഇത് എവിടെയും നമ്മൾ പ്രൈസ് ലോർഡ് ഇങ്ങനെ തന്നെ എവിടെയാണ് നമ്മൾ, നീ ഇത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എവിടെ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടടിക്കുക. അപ്പം ഞാൻ കരയാൻ തുടങ്ങി. ദൈവമേ, നീ ബൈബിളിൽ പറഞ്ഞ വചനം എന്ന കൃത്യം, ഇത് തോന്നലൊന്നുമല്ല. പക്ഷെ ഈ വചനം നമുക്ക് പലർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, വിശുദ്ധിയില്ല. കഥയൊന്നുമില്ല, സ്റ്റോറിയൊന്നുമില്ല. നിനക്കറിയാമല്ലോ, അച്ഛനും ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ഒരുപാട് ജനത്തിന് വചനം കൊടുക്കുന്നു, ഒത്തിരി ജനത്തിന്. അപ്പോൾ ഈ തിന്മയുടെ അരൂപി. അതിനുശേഷം ഈ മനുഷ്യൻ ഞാൻ അണക്കരയെ വിളിച്ച് ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു. മനുഷ്യൻ അവിടെ ധ്യാനം കൂടി, 1-2 ധ്യാനം കൂടി. കംപ്ലീറ്റ് മദ്യപാനം നിന്നും കംപ്ലീറ്റ് മാറി. ആൾ വിശുദ്ധനായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തി, കർത്താവ് വിശുദ്ധനായിട്ട് ജീവിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു അരൂപി. പക്ഷെ ഇത് ഭൂമിയെ അതുപോലെ, നിന്റെ ഭൂമിയെ ചിലപ്പോൾ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വേറൊരു അരൂപി നിയന്ത്രിക്കും. നിങ്ങളുടെ മക്കളെ ചിലപ്പോൾ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വേറൊരു അരൂപി. അത് കറക്റ്റാണ്. അതുകൊണ്ട് ദ ഹോൾ എൻറ്റയർ വേൾഡ് ഈസ് കൺട്രോൾഡ് നോട്ട് ബൈ എ മാറ്റർ ഓർ ബൈ സ്പിരിറ്റ് മേ ബി. ഒന്നെങ്കിൽ അരൂപിക്കാൻ നിയന്ത്രിക്കാം, അരൂപിയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പം അച്ഛനെ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. എനിക്ക് നിയന്ത്രിക്കാം. ഐ എം നോട്ട് കൺട്രോളിങ് എന്നെ അല്ലേ. അത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം, സഭയോട് ചേർന്നിരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, സുവിശേഷം വായിക്കണം, ജപമാല ചൊല്ലണം, വിശുദ്ധിയിൽ ജീവിക്കണം, വിശ്വാസത്തിൽ അഴിപ്പെടണം, സഹിക്കണം, സഹനങ്ങൾ എടുക്കണം ഒക്കെ പറയുന്നത് അത് അരൂപ. അപ്പോൾ അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 4:1 പറയും, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. അതിൻ്റെ അർത്ഥം എന്ത്? എല്ലാ ആത്മാക്കളും വിശ്വസിക്കുമ്പോൾ കാണിച്ചാൽ ഒരുപാട് ആത്മാക്കളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അരൂപികളുണ്ട്. അപ്പം ഈ അരൂപികൾ ചിലത് കൊണ്ട് കില്ലിങ് ആണ്, ചിലത് കൊലപാതകം. കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും. ചിലർ നശിപ്പിക്കും. ചില നല്ല ചെറുപ്പക്കാരെ നശിപ്പിച്ചു കളയും, ചില യുവാക്കളെ നശിപ്പിച്ചു കളയും, ചില യുവതികളെ നശിപ്പിച്ചു, ചില ബന്ധങ്ങൾ അവരൊക്കെ നല്ല സ്നേഹബന്ധമൊക്കെ, വലിയ സഹോദരി, നല്ല ഫ്രണ്ടാന്ന് ഓർക്കും, നല്ല ഭാര്യ, നല്ല ഭർത്താവ്. പക്ഷേ അവസാനം നശിപ്പിക്കുക സ്പിരിറ്റാണത്. അപ്പോൾ ഈ ഡിസേൺമെൻറ്റ് കിട്ടണം. അതായത് 1 കൊരിന്ത്യർ 12:8-10 ഡിസേൺമെൻറ്റ്, സ്പിരിറ്റിനെ വിവേചിച്ചത്. അതുകൊണ്ടാണ് റോമലേഖനം 2:1-7 വരെയുള്ള വചനം, നിങ്ങൾ ആരെയും വിധിക്കരുത്. നമുക്കെല്ലാം ജഡ്ജ്മെൻ്റ് അല്ല വേണ്ടത്, ഡിസേൺമെൻറ്റ്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ ബാഹ്യമായി ഒരാളുടെ പെരുമാറ്റം കണ്ടിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് എടുക്കുന്നൊരു ഡിസിഷനാണ്. അതായത് ഇതാളിങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെയാണ്. അത് ബുദ്ധി കൊണ്ടുള്ളതാണ് ജഡ്ജ്മെൻറ്റ്. ഡിസേൺമെൻ്റ് എന്ന് വെച്ചാൽ അത് വിവേചനം, അത് അരൂപികളെ തിരിച്ചറിയാനുള്ള വരം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വേ ആരാധന, വിശ്വേ ആരാധന, വിശ്വേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അന്ന് ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മദ്യപാനി, വളരെ തകർന്ന മനുഷ്യൻ. ആ മനുഷ്യർ ഒറ്റ ഡെലിവറൻസ് പറയാറ്. ഇപ്പോൾ ഏകദേശം ഒരു 16 വർഷം, 16 വർഷം. ഇപ്പോഴും കഴിഞ്ഞ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ. എൻ്റെ അച്ഛൻ ബന്ധിച്ചു വിട്ടു. പിന്നെ ഇന്നേ വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യം പോലും ഇല്ല. ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. വലിയ വളർച്ച. ശരിക്കും ഞാൻ ബന്ധിച്ചു വിട്ടൊന്നുമല്ല, വചനമാണ്. അതിൽ ഡൊമിനിക് അച്ഛനല്ല വിജയ്, ദൈവവചനത്തിൻ്റെ ആത്മ. അതുകൊണ്ടത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശ്രമപ്പെടുത്തി ഹല്ലേലൂയാ. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇതൊന്നും ഒരു കച്ചവടം ചെയ്യാനായിട്ട് ശുശ്രൂഷ. ഞാൻ പലപ്പോഴും ഇവർ പറയാറുണ്ട്, എൻ്റെ ശുശ്രൂഷ ഈ കൺവെൻഷനല്ല. ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ ആളുകളിങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ അടുത്തേക്ക് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ കുർബാന അർപ്പിച്ചിട്ട് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം രാത്രി 10 മണി വരെയൊക്കെ ആളുകാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കേസ് വരും, ഒക്കെ പ്രാർത്ഥിക്കും, ബന്ധിച്ചു വിടും. അപ്പം ഇങ്ങനെ കർത്താവ് പട്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു ഞാനൊരു 10-15 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്.
കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരത്തിന് വേണ്ടി ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, ചില ചെറുപ്പക്കാരെ കാണാം, അവർ സ്പിരിറ്റ് അവർക്ക് ബന്ധിച്ച് പോയില്ലെങ്കിൽ ആ സ്പിരിറ്റ് അത് കിടന്ന എന്നെ കാണിച്ച കാര്യമില്ല. 1000 ധ്യാനം കൂടിയാൽ പോലും കരകയറില്ല, കാര്യം സ്പിരിറ്റ് വിട്ടുപോകണം. പ്രസലോഷൻ അതിൻ്റെ കൃത്യമായിട്ട് ചെയ്തേ മാത്രമേ പറ്റുള്ളൂ. ശ്രീപുരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച് കത്താന്ന് പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതാണ് മത്തായി 12:28-29. ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അഥവാ ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം എന്നെ ബന്ധിക്കണം. കോഴിക്കോട് ഐസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അച്ഛനറിയാവുന്നൊരു ഫാമിലി ബാംഗ്ലൂരിലുണ്ട്. അവരുടെ ഒരു കുഞ്ഞിന് എനിക്കൊന്നൊരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് എന്തൊരു മാരക രോഗം പിടിപെട്ടു. വളരെ ഗൗരവം. ആൾ കൊച്ചിങ്ങനെ വെന്റിലേറ്റർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ദിവസങ്ങളോട് കിടക്കുകയാണ്. കൊച്ച് ചലിച്ചിട്ടില്ല. കൊച്ച് ശരിക്കും വളരെ മരണകരമായ രോഗമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് വളരെ സീരിയസ്, ഗോയിങ് ടു ഡൈ, അതുപോലെ അവസ്ഥയിലെത്തി. അപ്പോൾ ഈ പേരൻസ് അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഡോമിനിക്ക് അച്ഛനോട് പറയാവോ ഞങ്ങളുടെ കൊച്ചിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. അല്ല അച്ഛാ. അപ്പോൾ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അവർ പ്രാർത്ഥന അവർ പറഞ്ഞു വാട്സപ്പിലൊന്ന് അയച്ചു തരാമോ അച്ഛൻ്റെ പ്രാർത്ഥന. അപ്പം ഞാൻ പെട്ടെന്ന് ഒന്നും ഓർത്തില്ല. ഞാൻ പറഞ്ഞു അന്ന് പെട്ടെന്ന് അച്ഛൻ തന്നെ അത് വാട്സപ്പിൻ്റെ റെക്കോർഡ് അത് ഓണാക്കി. അപ്പം ഞാൻ ഫോൺ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചേ. അപ്പോൾ ഈ വചനം എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വലിയ ഗ്രേസ് വിശ്വാസം, ഫെയ്ത്ത്. വചനത്തെ സംശയിച്ചിട്ടില്ല. വചനത്തെ സംശയിച്ചാൽ പിന്നെ ഈശോയെ സംശയിക്കുന്ന ഒപ്പമാണ്. പ്രസലോഷ് ദൈവവചനം സംശയിക്കുന്നതും ഈശോയെ സംശയിക്കുന്നതും ഒന്നാണ്. ഈശോ പറയുന്നത് കുറച്ച് കാര്യം വിശ്വസിക്കുകയും കുറച്ച് കാര്യം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ അവിശ്വാസം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എല്ലാം കൊണ്ട് എനിക്കൊന്ന് 1 മിനിറ്റത്തെ പ്രാർത്ഥനയാണ് വയ്ക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അച്ഛൻ അങ്ങ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ഉടനെ അവർ ചെയ്ത കാര്യം, അവർ ഈ വാട്സപ്പിൻ്റെ പ്രാർത്ഥന കിട്ടിയോടെ അവരിതുമായിട്ട് ICUയിൽ കയറി ഈ വെന്റിലേറ്റർ കിടക്കുന്ന കൊച്ചിൻ്റെ ചെവി കൊണ്ടുപോയി വെച്ച് ഈ പ്രാർത്ഥന കേൾപ്പിച്ചുകൊണ്ട് അല്പം കഴിയുമ്പോൾ കൊച്ച് കണ്ണു തുറന്നു. കൊച്ച് സൗഖ്യപ്പെട്ടു. കൊച്ചങ്ങ് എഴുന്നേറ്റു. ഇത് കഥയല്ലത്. കർത്താവിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ച ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ തകർന്നു. ഒന്നെങ്കിൽ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു രാവിലെ ചില പള്ളിയിൽ പോകണം, അവൻ്റെ പള്ളിയിൽ പോകാൻ നടക്കില്ല. പൈസാശി പീഡയുണ്ടെങ്കിൽ അവൻ പള്ളിയിലോട്ട് പോകാൻ ആഗ്രഹിക്കും, പക്ഷെ ഒരു കാലെടുത്ത് വെക്കാൻ പറ്റില്ല. കുമ്പസാരത്ത് ചില ആൾക്കാർ 10-15 വർഷമൊക്കെ കഴിഞ്ഞോണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു അപ്പനെയും കൊണ്ട് അപ്പൻ്റെ മക്കളെല്ലാം കൂടെ കൊണ്ടുവന്നു. അപ്പന് 78-80 വയസ്സുള്ള പ്രായമുണ്ട്. കുമ്പസാരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞു. പക്ഷേ ഒരു രക്ഷയില്ല. അച്ഛന്മാരെല്ലാം പറഞ്ഞ് കുമ്പസാരിക്കില്ല അപ്പന്. അപ്പം ഇവരെ കൊണ്ടുവരിക. അവിടെ വന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ ഇവരെൻ്റെ മുറി കൊണ്ടു. അപ്പോൾ ഈശോനെ പറഞ്ഞ് ഈ അപ്പൻ്റെ തലയെ കുറിച്ച് ഒന്ന് ബന്ധിക്കാൻ പറഞ്ഞു. ഞാൻ ഈ അപ്പൻ്റെ തലൊരു 3 കുരിശായിട്ട് അടയാളം ഇട്ടു ബന്ധിക്കാം. എന്നിട്ട് ഞാൻ ഈശോയുടെ നാമത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തൊരു അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛാ ഈ അപ്പനെ കൊണ്ട് കുമ്പസാരിക്കല്ലേ വെച്ച് കുമ്പസാരിച്ചോളാന്ന് പറഞ്ഞു. നേരെ പോയി കുമ്പസാരിച്ചു. ആൾ രക്ഷപ്പെട്ടു. കൃപയിലേക്ക് വരുന്ന കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് പ്രാർത്ഥന. ഇത് അറിഞ്ഞുകൂടുന്നു നമുക്കാർക്കത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ഈ ശുശ്രൂഷയെ ഞങ്ങൾക്കൂടെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം ഈശോ ബഹിഷ്കരണ ശുശ്രൂഷ തുടങ്ങും. പിശാച് ഇങ്ങോട്ട് ഈശോയുടെ നേരെ പറയും, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിലാണ്, ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? കണ്ടോ, അവനറിയാം അവനെ നശിപ്പിക്കാനോ വന്നിരിക്കും. അവൻ്റെ പ്രവർത്തനം അത് ഈശോയുടെ വരവ് തന്നെ അത് തന്നെയാണ്. 1 യോഹന്നാൻ 3:8 പറയും, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവോത്പത്തി. ഏറ്റവും കൂടുതൽ തിന്മയുടെ ശക്തി തോറ്റുപോകുന്ന ഒറ്റ സമയത്താണ്. തുറന്നു പറയാം, ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തിന്മയുടെ ശക്തി മുഴുവൻ തകർന്ന് താഴെ പോകുന്ന സമയം. ബലിയർപ്പണം വിശുദ്ധിയോടെ നടത്തിയാൽ മതി. നിങ്ങളൊക്കെ ഈ ദേശത്തുള്ള കുടുംബം വേറൊന്നും ചെയ്യണ്ട. നാട് നിങ്ങൾ ആരുടെയും എടുത്തിട്ട് ഓടണ്ട. ഒരൊറ്റ ഇത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് നിങ്ങൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുക, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. പ്രൈസ് കർത്താവിനെ ഭക്ഷിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ച് പോക്കോ. ഇത് തൊടില്ല. ഈ തൊടിയില്ലാത്തത് കുർബാന അർപ്പണം. അത് ചുമ്മാ അത് യൂദാസ് കഴിച്ച പോലെ കഴിക്കരുത്. യൂദാസിൻ്റെ ഉള്ളിൽ വേറൊന്നും, പുറമേ മറ്റൊന്നും. ഉള്ളിൽ ഈശോയ്ക്കെതിരായിട്ടൊരു പല പ്രവർത്തികൾ നിൽക്കുന്നു, പുറമേ അവൻ വളരെ ഭക്തിപൂർവ്വം നിൽക്കുന്നു. അങ്ങനെ നിൽക്കരുത്. ഉള്ളിലും പുറമേയും ഒരുപോലെ നിൽക്കണം. യൂദാസ് ഉള്ളിൽ കയ്യഭാസുമായിട്ടും ഈശോയുടെ ശത്രുക്കളുമായിട്ടും കൈകോർത്തിട്ടുണ്ട്.
എന്നിട്ട് ബാഹ്യമായി നോക്കുമ്പോൾ വളരെ ഭക്തനായിട്ട് തന്നെ അന്ത്യത്താഴ മേശയുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ ഇരുന്നാൽ അത് അനർത്ഥമായിട്ട് ഒന്ന് കുർബാന സ്വീകരിച്ചപ്പോൾ പിശാചവൻ്റെ തലയിൽ കയറി എന്ന് പറയും. പ്രശ്നമാണ്. നേരെ മറിച്ച് ഉള്ളിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, വചനാധിഷ്ഠിത ജീവിതം ഉണ്ടാകണം. സർവ്വപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയെ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന. അപ്പോൾ ഈ ബന്ധിക്കപ്പെടുന്ന മേഖലയുണ്ട്. അത് ഈ ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 12:14 വചനം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയില്ല. കർത്താവ് ബന്ധിച്ചു വിട്ടാൽ പിന്നെ ഒരിക്കലും ഒരു തിന്മയുടെ സ്ഥിതി. കർത്താവിൻ്റെ ആത്മാവ് ബന്ധിക്കുന്ന അത് പരിശുദ്ധമാണ്. അത് വെറുതെ ഇതല്ല. അതുകൊണ്ട് വളരെ സീരിയസ് ആയ സംഭവമാണ്. ഇത് പ്രാർത്ഥനയുടെ നമുക്കെടുക്കുന്നതല്ല. ഇതൊരിക്കലും ഞാൻ പറയും ഞാൻ ആഗ്രഹിച്ചൊന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ കരുണ സഭയെ ശുശ്രൂഷിക്കാൻ, സഭയെ സ്നേഹിക്കാൻ, സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ, സഭയെ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി ഈശോ ഞങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ പരിണത പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിൻ്റെ പുസ്തകത്തിൽ 40:11-13 വചനമുണ്ട്. ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക, ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക, ദുഷ്ടനെ നിലക്കുന്നിടത്ത് നിന്ന് വലിച്ചിടുക, അവനെ പൊടി കൊണ്ട് മൂടുക, അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. ഹല്ലേലൂയ. അധോലോകത്തിൽ ബന്ധിക്കുക എന്ന് പറയും. ബന്ധിക്കുക എന്ന് പറയും. ശരിക്കും ഇത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പല കുടുംബങ്ങളും രക്ഷപ്പെടുന്ന കാണാൻ പറ്റും. ഒത്തിരി കുടുംബങ്ങൾ, വീടുകളൊക്കെ അനർത്ഥങ്ങളിൽ നിന്ന് കരകയറുന്ന കാണാൻ പറ്റും. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 6, 7, 8 അധ്യായങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. അവിടെ സാറ എന്ന് പറയുന്ന ഒരു മകൾക്ക് 7 പേരെ വിവാഹം ചെയ്യുന്നുണ്ട്. ആദ്യ രാത്രിയിൽ ഇവളുടെ ഭർത്താവിനെ ആരെയാണോ കല്യാണം കഴിക്കുക ആളെ ഒരു അസ്മേദേവൂസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടാരൂപി വന്ന് കൊലപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ 7 വിവാഹം നടന്നു, 7 വിവാഹത്തിലും സംഭവിച്ചു. അപ്പം മുഴുവൻ അനർത്ഥങ്ങളുണ്ടാകും. അത് ഇവക്കൊരു കുടുംബജീവിതം പറ്റുന്നില്ല. സംതിങ് ഈസ് ബ്ലോക്ക്. ഇത് ശരിക്കും സംഭവിക്കാറുണ്ട്. ചില വിവാഹങ്ങൾ ഭയങ്കരമായിട്ട് ബ്ലോക്കായിപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ അത് മാറിപ്പോവും. ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരുടെ കേസിലും നമുക്ക് എടുക്കാം. ഇത് ആഴത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും പല തടസ്സങ്ങളുടെയും പിന്നിൽ മാനസിക ബുദ്ധിയല്ല, മാനസിക കാരണമല്ല, സാഹചര്യങ്ങളല്ല, നമ്മുടെ കഴിവില്ലായ്മയല്ല, കഴിവ് കൂടിയത് കൊണ്ടല്ല, പണമില്ലായ്മയല്ല, അതിനകത്തെല്ലാം ഒരു അരൂപിയുടെ പ്രവർത്തനം ഉണ്ട് എന്ന് അടുത്തറിയാൻ പറ്റും. പ്രശ്നം. പക്ഷെ പലപ്പോഴും നമുക്ക് അഭിഷേകം ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാത്തിനും അതാണ് ഈ കാരണം, ഇതാണ് കാരണം, കുടുംബ പാരമ്പര്യമാണ് കാരണം, അതാണ് ഇത് 100 കാരണങ്ങൾ പറയും. അതൊന്നും അല്ല കാരണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയണം. അരൂപികളെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിലുള്ള ദൈവവചനത്തിലൂടെ നമ്മൾ കാണാപ്പാഠം പഠിക്കണം. സർവ്വോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സാറായുടെ വിവാഹം തകർന്നു പോവുക, തകർന്ന ഒരു ദുഷ്ടാരൂപിയുടെ പീഡനമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സാറയുടെ അപ്പൻ റഘുവേൽ ഇവരൊക്കെ നല്ല പ്രാർത്ഥനയിൽ ദൈവത്തോട് വളരെ ചേർന്ന ഫാമിലിയാണ്. ഭയങ്കര പ്രാർത്ഥനാ ഫാമിലിയാണ്. ദൈവകൽപ്പനയൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാ, നല്ല വിശുദ്ധ മാർഗം നയിക്കുന്നത്. വേറെ തിന്മകളൊന്നും അവിടെ കാണാൻ പറ്റില്ല. ദൈവകൽപ്പന വിരുദ്ധമായ ഒരു ജീവിതം അവിടെയില്ല. പക്ഷേ അന്ധകാര ശക്തിയുടെ അടികളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അപകടങ്ങൾ അനർത്ഥം ഉണ്ടാകുന്നവർ ഏതോ മാരകഭാവമോ ഗൗരവമേറിയോ പാപം ചെയ്തുകൊണ്ടോ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രശ്നം ദുഷ്ടാരൂപിക്ക് ഭൂമിയിൽ ഒരാളെ ആക്രമിക്കുന്നത് പാപം ചെയ്തു. ചിലപ്പോൾ പാപം ചെയ്തവനെ അവൻ ഉപദ്രവിക്കില്ല. കാരണം പാപം ചെയ്തവൻ അവൻ്റെ പക്ഷത്താണ്. പലപ്പോഴും ഒരു തെറ്റും ചെയ്യാത്തവനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ തിന്മയുടെ അരൂപികൾ ആക്രമിക്കാനായിട്ട് വിശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ തിന്മയുടെ രൂപി ഈ സാറായെ ആക്രമിക്കുക. സാറായുടെ കുടുംബജീവിതം ഇല്ലാതെ തീരാ ഈ അസ്മേദോസ്. അപ്പോഴാണ് ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം റഫേൽ മാലാഖയെ അയക്കുന്നത് കാണാൻ പറ്റും. സർവ്വോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. തോബിത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് തോബിയാസിനെയും കൂട്ടിക്കൊണ്ട് യാത്ര തിരിച്ച് വളരെ ദൈവം പദ്ധതി തന്നെ, ദൈവം തന്നെ ഒരു വിവാഹം അവന് യോജിച്ച് അവൾക്ക് യോജിച്ചൊരു ജീവിത പങ്കാളിയെ കണ്ടുപിടിച്ച് ദൈവം തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ ചെല്ലും. അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്. അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് ദൈവദൂതൻ തന്നെ സാറായിക്ക് വേണ്ടി തോബിയാസിനെ കണ്ടുപിടിച്ച് കൊണ്ടുപോവുക.
ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം കുടുംബത്തിലുണ്ട്. അപ്പോൾ അതിനെ ഈ ദൈവദൂതൻ തന്നെ ബന്ധിക്കുന്നത് കാണാൻ പറ്റും. പ്രസവം ബൈബിളിൽ വചനമുണ്ട്. തോബിയത്തിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവർ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിൻ്റെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. ഹല്ലേലൂയ. ദൈവദൂതൻ ഒരു കാര്യമാണ്, ഈ തിന്മയുടെ രൂപികളെ ദൈവദൂതന്മാരാണ് ബന്ധിക്കുന്നത്. അതിന് വേറെ ആരെങ്കിലും ബന്ധിക്കാൻ പോയാൽ അത് അവനെ നശിപ്പിച്ച് കളയും. അത് ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നതും ചിലപ്പോൾ ചിലരുടെ തലയിലൊക്കെ വെച്ചൊക്കെ ചില സഹോദരങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അത് അവനെ തീർത്ത് കളയും. ദൈവദൂതനല്ലാതെ വേറെ ആരും ബന്ധിച്ചേക്കരുത്, തൊട്ടേക്കരുത്. തൊടാൻ പാടില്ല. യേശുവേ സ്തുതിക്കുന്നു. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. 2 കരമപ്പെടുത്തി ഹല്ലേലൂയ, വിശ്വേ ആരാധന. അങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടനെ പ്രാർത്ഥിക്കാം. ഉടനെ അവരുടെ ശരിക്കും അന്ന് രാത്രി ഈ തോബിയാസിനെ കൊല്ലാൻ വേണ്ടി അവിടെ കയറി വരുന്നുണ്ട് ഈ തിന്മയുടെ രൂപി അവിടെ കയറി വരുന്നൊരു ഈ അസ്മേ ദിവസം. പക്ഷേ ഉടനെ ദൈവദൂതൻ പറഞ്ഞു ഇന്നത് കാര്യം ചെയ്യാൻ പറഞ്ഞു. ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രയറാണ്. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പല കുടുംബജീവിതങ്ങളും തകർന്നു പോകുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയില്ല. അവരുടെ മുറിയിൽ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വേറെ പ്രാർത്ഥനകളാണ് മക്കളുടെ കൂടെ. അവർക്ക് അതല്ല, കുടുംബജീവിതത്തിലും അവർ പ്രാർത്ഥന വേണം, പ്രയറില്ല. അതാ ഒരുമിച്ച് ഇന്ന് മുഴുവൻ പണം, സ്വത്ത്, ടെലിവിഷൻ, മൊബൈൽ ഫോണ്, സീരിയൽ ഇതിനകത്ത് പോകുമ്പോൾ കുടുംബത്തിൽ ഉറപ്പാണ് ഈ തിന്മയുടെ ശക്തി എപ്പോഴേലും കയറി വരും. കയറി വന്നിട്ട് തകർത്ത് കളയും. സാത്താൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംവിധാനമാണ് കുടുംബം എന്ന സംവിധാനം.